ഹലോ ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സ്പെഷ്യലൊന്നുമല്ല, നമ്മുടെ കേരളക്കാരുടെ ട്രഡീഷണൽ ഫുഡായിട്ടുള്ള ദോശയും സാമ്പാറും അതുപോലെ തന്നെ ചട്നിയൊക്കെ കൂടിയിട്ടുള്ള ഒരു ഡിന്നർ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ട് നോക്കുക. എന്നിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ആക്കി കൊടുക്കുക. സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നൈറ്റിൽ ഞാൻ ഡിന്നറിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോംബോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു സ്പെഷ്യൽ സാമ്പാറാണ് കാണിക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കമൻ്റ് ആക്കാം. അതുപോലെ ആദ്യം ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് കട്ടാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്ത്, ഇപ്പം നമ്മുടെ നാട്ടിൽ ഇതിന് മുറോ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് നമ്മളിതുപോലെ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിയിട്ടാൽ നിങ്ങൾക്ക് ഒരുപാടൊന്നും വൃത്തിയാക്കാനായിട്ട് കാണില്ല. നമ്മളിതുപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ ആക്കിയിട്ടാൽ പിന്നെ അത് വൃത്തിയാക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു പാത്രമോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ലാസ്റ്റ് വേസ്റ്റ് മൊത്തത്തിൽ കൊണ്ട് കളയാം. നമ്മളെ കൗണ്ടർ ടോപ്പൊന്നും വൃത്തികേടാകത്തുമില്ല. ഇപ്പോൾ താണ്ടെ നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങയ്ക്കായ നോക്കിയപ്പോൾ അത് മുറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ, മൂപ്പായി പോയിട്ടുണ്ട് അധികം, അതുകൊണ്ട് അത് ഇട്ടിട്ടില്ല. അങ്ങനെ താണ്ടെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് അത് ഒന്ന് കഴുകി എടുത്തിട്ട് അതിലേക്ക് തക്കാളിയും പച്ചമുളകും അതുപോലെ കുറച്ച് സവാളയും ഒക്കെ ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് കൊച്ചുള്ളി വേണമെങ്കിൽ എടുക്കാം. ഇനി നമ്മളത് കഴുകി ഒന്ന് കുക്കറിലിട്ട ശേഷം അതിലേക്ക് കുറച്ച് ദാല്, ഞാനിപ്പോൾ ഈ ചുവന്ന ദാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ സാമ്പാർ പരിപ്പുണ്ടെങ്കിൽ അതെടുത്താലും മതി. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒരു 1 ഗ്ലാസ്സോ 1.5 ഗ്ലാസ്സോ വെള്ളം കൂടി ചേർത്തിട്ട് അടച്ച് ഒരു 4 ഫിസിൽ, ഒരു 3-4 ഫിസിൽ, നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഒരുപാടങ്ങ് ഉടഞ്ഞു പോകാണ്ട് പരുവത്തിന് ഒന്ന് ഫിസിലാക്കി എടുക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ആദ്യം ഒരു 1/2 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് പുതിനയിലയും ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ ചട്നിക്ക് ഒരു ഗ്രീൻ കളർ കിട്ടാനാണ് കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ചെറിയ കഷ്ണം സവാളേൻ്റെ ഒരു 1/4 ഭാഗം മാത്രം. അതിന് പകരം നിങ്ങൾക്ക് ഒരു 2-3 കൊച്ചുള്ളി ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് പിന്നെ ഒരു 2 ടീസ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ മതി കേട്ടോ. നമ്മൾ ഈ ചട്നി എന്ന് പറയുന്നത് നമ്മൾ നല്ല കട്ടിക്കാണ് അടിച്ചെടുക്കുന്നത്. അതൊന്ന് അരഞ്ഞ് കിട്ടാനായിട്ട് 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് താണ്ടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻ്റ് ആക്കണം കേട്ടോ. ഒന്നുകിൽ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ. അപ്പോൾ താണ്ടെ ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ചട്നി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുക്കറും ഫിസിലൊക്കെ ഒന്ന് പോയി വന്ന് കിടപ്പുണ്ട്. ഇനി നമുക്ക് സാമ്പാർ തയ്യാറാക്കാം. ഞാനൊരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ നോർമൽ നമ്മൾ കടുക് പൊട്ടിക്കുന്ന പോലെ കുറച്ച് കടുവും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടൊക്കെ ഒന്ന് താളിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ. ഈ മസാലയുടെ ഡീറ്റെയിൽസ്, സാമ്പാർ പൊടി ഹോം മെയ്ഡായിട്ട് ഞാൻ തയ്യാറാക്കുന്ന ഒരു സാമ്പാർ പൊടിയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഷെയർ ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സാമ്പാർ പൗഡറാണ്. അതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവരൊന്ന് പറഞ്ഞാൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ അത് ചെയ്ത് കാണിക്കാം. എന്നിട്ട് ആ സാമ്പാർ പൊടി ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ട്, 2 ടേബിൾ സ്പൂണാണ് കേട്ടോ, അത് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളിയൊന്ന് കൊമുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പുഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സാമ്പാറിൻ്റെ കഷ്ണങ്ങളില്ലേ, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ നമ്മുടെ അപ്പുറത്ത് അടുപ്പിൽ ദോശ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് റെസിപ്പിയൊന്നും ഞാൻ ഇതിൽ ഷെയർ ആക്കുന്നില്ല. മുന്നേ ഒരു വീഡിയോയിൽ പെർഫെക്റ്റ് ദോശമാവിൻ്റെ റെസിപ്പി ഷെയർ ആക്കിയിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ട് നോക്കാം. ഇനി ഈ സാമ്പാർ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കട്ടാക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയല്ല നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാറും റെഡിയായി. ഇനി നമ്മുടെ കോംബോയിൽ ഒരു ഐറ്റം കൂടി വേണം, നമ്മുടെ ബുൾസൈ അല്ല, ഓംപ്ലേറ്റ് ഉണ്ടാക്കൽ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉള്ളിയും പച്ചമുളകും നമ്മുടെ കറിവേപ്പിലയൊക്കെ ഒന്ന് കട്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. പിന്നെ
മെയിനായിട്ട് നമ്മുടെ ഈ ഒരു കോംബോയാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും നമ്മൾ ഇത് 3 ഐറ്റം കൂടി ഒരുമിച്ച് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ പോയി കഴിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കൊതി തോന്നിയിട്ട് വീട്ടിലുണ്ടാക്കിയതാണ് ഈ ദോശ. ഞാനിപ്പോൾ ദോശയാണ് കേട്ടോ, നല്ല ചൂട് ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചട്നിയും അതുപോലെ തന്നെ സാമ്പാറും ഓംപ്ലേറ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊന്നുമില്ല കേട്ടോ, കഴിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ദോശയ്ക്ക് പകരം ഇഡ്ഡലി വേണമെങ്കിലും ചെയ്യാം. രണ്ടായാലും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു കോംബോ ഇഷ്ടമുള്ളവരൊന്ന് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്തവരും ഒക്കെ ലൈക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും എങ്കിലും ഉണ്ടാക്കി നോക്കുക. ഈ സാമ്പാറിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവരൊന്ന് ഷെയർ ആക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ ഈ അടിപൊളി കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക. സബ്സ്ക്രൈബ് ആക്കാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസുമായിട്ട് ഇനിയും വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.